തീർന്നില്ല സഹോദരാ, പിന്നെയും ഇസ്ലാമിന് പ്രത്യേകതയുണ്ട്. ലോകത്താദ്യമായി ഈമാനിന് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഒരു ലോകത്തിന്റെ മുമ്പിലും ആരുടെ മുമ്പിലും അടിയറ വെക്കാത്ത അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയതാരെയാ? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയല്ല, അതൊന്നും പവിത്രത കുറയുന്നതല്ല. എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് തലയിൽ കിടന്ന് തട്ടമടിക്കാനും അതിനെതിരെ കോമനങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അചഞ്ചലമായ ആരുടെ മുമ്പിലും അടിയറ വെക്കാത്ത ഈമാനിന്റെ അടയാളമായി അല്ലാഹു പരിചയപ്പെടുത്തിയത് ഒരു പുരുഷനെയല്ലോ, അല്ലാഹു പരിചയപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയാ. അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടയാളമായി ബിലാലല്ല, സിദ്ദീഖല്ല, ഫാറൂഖല്ല, സയ്യിദല്ല അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരെ എന്നറിയോ? കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തങ്ങളുടെ ആദർശത്തിന്റെ വെളിച്ചം കൊണ്ട് നേരിട്ട രണ്ട് സ്ത്രീകളെയാണ് ഈമാനിന്റെ മാതൃകയായിട്ട് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു മദലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഇതൊന്നും കബീർ വാക്കവി പ്രസംഗത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മദലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്തുള്ള ലോകാവസാനം വരെ വരുന്ന ഈമാനിന്റെ ആളുകൾക്ക് അവരുടെ ഈമാൻ ദുർബലമാകുമ്പോ, സ്കൂൾ ബെഞ്ചുകളുടെ ആക്രോശങ്ങൾ കേട്ടിട്ട് ഹിജാബ് അഴിക്കാൻ തോന്നുമ്പോ, ഒരു മുസ്ലിം പെണ്ണിന് അവളുടെ ഐഡന്റിറ്റിയെ മറക്കണമെന്ന് തോന്നുമ്പോ, ഈ കാണുന്ന കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും ചുരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അഴിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീര പടർപ്പിൻ കൊടുപ്പും ചിദാനന്ദരത്തിക്കും മറ്റെന്തു വേണമെന്ന് പറഞ്ഞ് ലോകത്തുള്ള പുരോഗമനത്തെ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കുകളുടെയും വാൾപേപ്പറുകളിൽ ആടി തിമിർക്കുന്ന പെങ്ങളോട് ഇതൊക്കെ ഈ കാലം ഇങ്ങനെയല്ലേ, ഈ കാലത്ത് ഇങ്ങനെയല്ലേ, ആ പെണ്ണുങ്ങൾ ഇൻസ്റ്റയിലുണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ ഫേസ്ബുക്കിലുണ്ടല്ലോ, അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാനൊരൊറ്റ കാര്യം നിങ്ങളോട് ബോധ്യപ്പെടുത്തിക്കോട്ടെ. ആരെങ്കിലും ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങളും ഹിജാബ് അടിച്ച് താഴെ വെച്ചിട്ട് നീ ഒരൊറ്റ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവര് ചെയ്തതുപോലെ ഞാനും ചെയ്യുകയാണെന്ന് പറയാൻ നിനക്ക് അനുവാദമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്നറിയോ? പടച്ചതമ്പുരാൻ പറഞ്ഞതെന്തെന്നറിയുമോ പെങ്ങളെ? ഈ ഭൂമിയിലുള്ള ഭൂരിഭാഗവും ചെയ്തു എന്നതുകൊണ്ട് അല്ലാഹുവിനും അവന്റെ ഹബീബിനും ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ നിനക്ക് കഴിയില്ല, അത് ന്യായമല്ല. സഹോദര സഹോദരി, അതുകൊണ്ടാണ് ഏത് സമയത്തും ഇസ്ലാമികമായ വേഷവിധാനങ്ങളെയും ഐഡന്റിറ്റിയെയും ഭാരമായി കരുതുന്ന ഒരു പൊതുസമൂഹത്തിലോട്ട് കടന്നു പോകുമ്പോ ഞാൻ തലമറക്കുന്നതെന്തിനാ? ഞാൻ എന്റെ ഐഡന്റിറ്റിയിൽ പോയാൽ അത് കുറച്ചിലല്ലേ എന്ന് കരുതിയിട്ട് മേൽവിലാസത്തെ മറച്ചു വെക്കാൻ വല്ലാതെ പാടുപെടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്തൊക്കെ നിനക്ക് ഓർക്കാൻ ചരിത്രത്തിന്റെ ഒഴുക്കിനെതിരെ തന്റെ ഈമാനിന്റെ വിശുദ്ധി കൊണ്ട് പിടിച്ചു നിന്ന ഒരു സ്ത്രീയാണ് അല്ലാഹു ഈമാനിന്റെ ഉദാഹരണമാക്കിയത്. അതാരെന്നറിയോ? ആ സ്ത്രീ മറ്റൊരാളൊന്നുമല്ല, ഒന്ന് മഹരിയായ ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു അൻഹാ. മസാഹിമിന്റെ മകളായ ആസിയ എന്തുകൊണ്ടെന്നറിയോ? കാലത്തിന്റെ ചുവരെഴുത്തുകൾ മുഴുവനും മാറ്റിക്കളഞ്ഞ ഒരു വലിയ ചരിത്രത്തിന്റെ അടയാളമാണ് ആസിയ ബീവി.